ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. അതായത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഈ വർഷത്തെ, അതായത് 2024 ഏപ്രിൽ മാസത്തെ വിഷുഫലം, അതായത് 1199 ആണ്ട് ഉള്ള വിഷുഫലമാണ് പറയുന്നത്. 1199 ആണ്ട് മലയാള വർഷം, അതുപോലെ തന്നെ 2024 ഇംഗ്ലീഷ് വർഷം. ഇതിലത്തെ വിഷുഫലമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിഷുഫലത്തിൽ കുംഭശനി, അതായത് കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മേടവ്യാഴം, മേടൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, കൊല്ലവർഷം 1199 മീനമാസം 31, അതായത് മീനമാസം 31 ശനിയാഴ്ച ഉദയായി, അതായത് ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, 36 നാഴികയും 6 വിനാഴിയും, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും ചെന്നതിന് ശേഷമാണ് മീനത്തിൽ നിന്നും, അതായത് മീനമാസമാണ്, മീനരാശിയിൽ നിന്നും സൂര്യൻ മേടൻ രാശിയിലേക്ക് അതായത് സൂര്യൻ പറഞ്ഞ രവി സംക്രമിക്കുന്നത്. അപ്പം മേഷ വിഷു സംക്രമം എന്ന് പറയും. മേടരാശിയിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്തിനെ അടിസ്ഥാനപരമാക്കിയിട്ടാണ് വിഷുഫലം പറയുന്നത്. അപ്പോൾ മേടൻ രാശിയിലേക്ക് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് മാറുന്നത്, അതായത് സൂര്യൻ മാറുന്നത് മീനമാസം 31-ാം തീയതി 36 നാഴിക, ഉദയത്തിന് ശേഷം 36 നാഴികയും 6 വിനാഴിയും, അതായത് ശനിയാഴ്ച. അതായത് സമയം നമുക്ക് IST സമയം പറയുകയാണെങ്കിൽ രാത്രി 8:22 രാത്രി 8:22 വരുന്നത്. അപ്പോൾ ആ സമയത്ത് മകീര നക്ഷത്രമാണ് വരുന്നത്. മകീര നക്ഷത്രത്തിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മകീര നക്ഷത്രത്തിലാണ്. ശുക്ലപക്ഷ ഷഷ്ടി പറഞ്ഞ വെളുത്ത പക്ഷം, അതായത് കറുത്ത ബാബിന് ശേഷമുള്ള ഷഷ്ടി, 6ാമത്തെ ദിവസം ഷഷ്ടി തിഥിയും പന്നികരണവും, കരണം വന്നിട്ട് പന്നികരണമാണ്. ശോഭനനാമ നിത്യയോഗവും നല്ലതാണ്. പന്നികരണവും ശോഭനനാമ നിത്യയോഗവും കൂടിയ മിഥുനക്കൂറ്റിൽ, അതായത് മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഥുനക്കൂറ്റിൽ തുലാ ലഗ്ന സമുച്ചയത്തിൽ, അതായത് ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. അപ്പോൾ തുലാ ലഗ്ന സമുച്ചയത്തിൽ അഗ്നി ഭൂതോദയം കൊണ്ട്, ഭൂതോദയം പറഞ്ഞാൽ ആ സമയത്തുള്ള ഭൂതം ഏതാണ് ചോദിച്ചാൽ അഗ്നിയാണ്. അഗ്നി ഭൂതോദയത്തിൽ മേഷ വിഷു സംക്രമം, അതായത് വിഷു സംക്രമം വരുന്നത് ഈ സമയത്താണ് എന്നുള്ളതാണ് പറയുന്നത്. ആ സമയത്ത് തുലാ ലഗ്നമാണ് ഉദിച്ചു വരുന്ന ലഗ്നം എന്ന് പറയുന്നത്. ആ തുലാ ലഗ്ന പ്രകാരം തന്നെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തുലാ ലഗ്നത്തിൻ്റെ 3-ാം ഭാവത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ വ്യാഴക്ഷേത്രത്തിൽ ഗുളികനാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്നുണ്ട്. 5-ാം ഭാവത്തിൽ, അതായത് കുംഭൻ രാശിയിൽ ശനിയും ചൊവ്വയും കൂടി നിൽക്കുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനും ബുധനും ശുക്രനും രാഹുവുമാണ് നിൽക്കുന്നത്, അതായത് മീനൻ രാശിയിൽ. മേടൻ രാശിയിൽ 7-ാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമാണ്. 9-ാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്നത് ചന്ദ്രനും. കന്നിരാശി 12-ാം ഭാവത്തിൽ നിൽക്കുന്നത് കേതുവുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രാശിപ്രകാരം നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി നല്ല തന്നെയാണ്. അതായത് ലഗ്നാൽ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. വ്യാഴം ലഗ്നത്തിന് വീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ 11-ാം ഭാവത്തിനെ വീക്ഷിക്കുന്നുണ്ട് വ്യാഴം. അതുകൂടാതെ 3-ാം ഭാവത്തിനെയും വീക്ഷിക്കുന്നുണ്ട് വ്യാഴം വീക്ഷിക്കുന്നത് പറഞ്ഞാൽ ദൃഷ്ടി ചെയ്യുന്ന ഓരോരോ ദിക്കുകളിനെ പറയുന്നത്. 11-ാം ഭാവത്തിലേക്കും അതുപോലെ ലഗ്നത്തിലേക്കും 3-ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ലഗ്നം എന്ന് പറയുന്നത് തുലാ ലഗ്നമാണ്. തുലാ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ 8-ാം ഭാവം, അതായത് 8-ാം ഭാവം പറഞ്ഞാൽ ഇടവൻ രാശി 8-ാം ഭാവം ഏറ്റെടുത്തുകൊണ്ട്, ലഗ്നാധിപൻ 8-ാം ഭാവം അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6-ാം ഭാവമായ
അനിഷ്ടസ്ഥാനമായിട്ടുള്ള മീനൻ രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനോടൊപ്പം ബുധനോടൊപ്പം രാഹുവിനോടൊപ്പം ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം നാശസ്ഥാനമാണ്. സർവപ്രണാസോ വിപദോ അപവാദോ കേതുപ്രദേശോ മരണസ്യ ദാസ മടാദ്യം ഗതാച്ച വിഘ്ന എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സർവപ്രണാസോ, അപ്പോൾ സർവ്വവസ്തുക്കളുടെയും നാശങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് ഈ പറയുന്നത്. അതായത് സർവ്വവസ്തുക്കളുടെ നാശങ്ങൾ, അപമാനങ്ങൾ, അതായത് ഭൂമിക്ക് ദോഷങ്ങൾ വരുന്നതൊക്കെയാണ് പറയുന്നത്. ഭൂമി കാരകനായിട്ടുള്ള ഗ്രഹം ലഗ്നാൽ 5ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഗ്നാധിപൻ്റെ 12ാം ഭാവത്തിലാണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. ലഗ്നാധിപൻ തന്നെ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. മത്സ്യരാശിയിൽ നിൽക്കുന്നത്. മത്സ്യരാശി പറഞ്ഞാൽ അത് മത്സ്യരാശി പറഞ്ഞാൽ മീനൻ രാശി ജലരാശിയും കൂടിയാണ്. അപ്പോൾ ജലരാശിയും കൂടി ആയിരിക്കുന്ന കാരണം കൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് സൂര്യനും ബുധനും, അതായത് ബാധകാധിപനും അതായത് 11ാം ഭാവാധിപനും ബാധകാധിപനുമായിട്ടുള്ള സൂര്യൻ 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ബുധൻ നീചം പിടിച്ച് നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം ഉണ്ട് താനും. അതുപോലെ തന്നെ രാഹു നിൽക്കുന്നുണ്ട് ശുക്രൻ്റെ കൂടെ. അപ്പോൾ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് 6ാം ഭാവത്ത് നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ രോഗാധിക്യങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് രോഗാധിക്യങ്ങൾ ഉണ്ടാകും. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാകും. ഗുളികൻ 3ലാണ് നിൽക്കുന്നത്. വൈറസ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിലേക്ക് ചെറുത്ത് നിൽക്കുവാനുള്ള കെൽപ്പ് ഭരണാധികാരിയായിട്ടുള്ള സൂര്യൻ നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. കുറച്ച് കഷ്ടപ്പെടുമെങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിൽ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് വളരെ ഉചിതകരമായിട്ടാണ്. അപ്പോൾ ലഗ്നാൽ 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ട് രോഗങ്ങൾ വരികയാണെങ്കിലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പ്രതിവിധികൾ ഉണ്ടാവും. 4ാം ഭാവാധിപൻ അതായത് ജനസംബന്ധമായിട്ടുള്ള സമ്പർക്കവും ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മുടെ പ്ലേസ് സംബന്ധമായിട്ടുള്ള ഗ്രഹവും ഭൂമി കാരകനുമായിട്ടുള്ള ഗ്രഹം 4ാം ഭാവാധിപൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവാധിപൻ 5ാം ഭാവത്തിൽ നിൽക്കുന്നത്. 5ാം ഭാവാധിപൻ്റെ ഭൂമികാരകനായിട്ടുള്ള ചൊവ്വയാണ്. ചൊവ്വ 2ാം ഭാവാധിപനും 7ാം ഭാവാധിപനും കൂടിയാണ് നിൽക്കുന്നത്. ഭൂമികാരകനായിട്ടുള്ളത് നിൽക്കുന്നത്. അപ്പോൾ ജനസമ്പർക്കനായിട്ടുള്ള ശനി 5ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള യോഗം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വർഷകാലം, അതായത് ഈ വർഷം മഴ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു പറഞ്ഞാൽ കാലാവസ്ഥ അതായത് നമ്മുടെ മൺസൂൺ കാലം, അതായത് മഴക്കാലം എന്ന് പറയുന്നത് ജൂൺ 15 കൂടിയിട്ടാണ് മഴയുടെ ആരംഭം, മൺസൂൺ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. വർഷകാലം ആരംഭിക്കുന്നത് അത് യഥാക്രമം ആ സമയത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ലഗ്നാധിപൻ തന്നെ മത്സ്യരാശിയായിട്ടുള്ള 6ാം ജലരാശിയായിട്ടുട്ടുള്ള 6ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം മഴ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നുള്ളത് കാണുന്നുണ്ട്. വർഷകാലം ഫുള്ളായിട്ട് കാലവർഷം ഫുള്ളായിട്ടുണ്ടാവും എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ന്യൂനമർദ്ദം സംബന്ധമായിട്ടുള്ള ഇതുണ്ടാവും. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രത്തിലാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, അതും ജലരാശിയിൽ. അത് കാരണം ന്യൂനമർദ്ദന സംബന്ധമായിട്ടുള്ള മഴകളും ഇതിൽ കാലവർഷം കൂടാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ന്യൂനമർദ്ദം എന്ന് വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ വിടാതെ 3, 4, 5 ദിവസങ്ങളൊക്കെ വിടാതെ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പ്രളയ സാധ്യതയെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ജലപ്രളയമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. മേടൻ രാശിയിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കൊണ്ടും ജലരാശിയിൽ ലഗ്നാധിപൻ അഷ്ടമസ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുന്ന കാരണം കൊണ്ടും പ്രളയത്താൽ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷേ അതിനുള്ള പരിഹാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള മുൻകൂട്ടലുകൾ എല്ലാം ഉണ്ടാവും. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് അങ്ങനെയെല്ലാം ഉണ്ടാകും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും രോഗാധിക്യ സംബന്ധമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലെവലിൽ നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കാരകനായിട്ടുള്ള ഗ്രഹം 6ാം ഭാവത്തിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറുത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഭരണാധികാരികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നൊക്കെയാണ് ഈ വിഷുഫലത്തിൽ പറയുന്നത്. എന്നിരുന്നാലും അതിനെല്ലാം തരണം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് ഉണ്ടാവും എന്നുള്ളതും വ്യാഴൻ 7ാം ഭാവത്തിൽ വ്യാഴൻ ഇഷ്ടസ്ഥാനത്തിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എന്ത് തന്നെ വന്നാലും അതിനുള്ള പ്രതിവിധികൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിഷുപ്പനം വരുന്നത്.
അപ്പോൾ വിഷുഫലത്തിൽ നമുക്ക് ഓരോ നക്ഷത്രക്കാർക്കുള്ള ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് വിഷുഫലത്തിൽ, അതായത് മകീരം നക്ഷത്രത്തിലാണല്ലോ വിഷുഫലം വരുന്നത്. മകീരത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തെ നക്ഷത്രം രോഹിണിയാണ്, തൊട്ടടുത്ത നക്ഷത്രം തിരുവാതിരയും. അപ്പോൾ രോഹിണി, മകീരം, തിരുവാതിരയ്ക്കാണ് വിഷുഫലം വരുന്നത്. അപ്പോൾ രോഹിണിയുടെ അനുരഞ്ജന നക്ഷത്രം, തൊട്ട അനുരഞ്ജന നക്ഷത്രം അത്തമാണ്. അത്തത്തിൻ്റെ തൊട്ട അനുരഞ്ജന നക്ഷത്രമാണ് തിരുവോണം. അപ്പോൾ തിരുവോണത്തിൻ്റെ അനുരഞ്ജന നക്ഷത്രം രോഹിണിയും അത്തവുമാണ്. രോഹിണിയുടെ അനുരഞ്ജനം അത്തവും തിരുവോണമാണ്. അത്തത്തിൻ്റെ അനുരഞ്ജന നക്ഷത്രം തിരുവോണവും രോഹിണിയാണ്. അപ്പോൾ ആ തിരുവോണത്തിനും വിഷുഫലം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കൊല്ലം പൂർണ്ണതയിലില്ല, ഒരു 3 മാസത്തിൻ്റെ ഫലമാണ്. ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം. അന്ത്യശൂലത്തിൽ പെടുന്നതാണ്. അപ്പോൾ അവർക്ക് വന്നിട്ട് മേടം, ഇടവം, മിഥുനം 3 മാസത്തിൽ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് വിഷുഫലം വരുന്നുള്ളൂ. അതിനുശേഷം ഗുണാധിക്യപരമായിട്ടുള്ള ഒരിതാണ് കാണുന്നത് തിരുവോണ നക്ഷത്രക്കാർക്ക്. ആ വിഷുഫലത്തിൽ ഞാൻ പറഞ്ഞില്ല, വിഷുഫലത്തിന് ആ ദോഷം അടിക്കാതിരിക്കാൻ മേടമാസം പറ്റുകയാണെങ്കിൽ മേടമാസം 1-ാം തീയതി തന്നെ ശിവക്ഷേത്രം സന്ദർശിച്ച്, മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിച്ച് തൊഴുതു വരികയും യഥാശക്തി വഴിപാടുകൾ നടത്തുകയും, പിന്നെ നക്ഷത്രം, അതായത് തിരുവോണ നക്ഷത്രം വരുന്ന ദിവസം രുദ്രാഭിഷേകം നടത്തുന്നതും, മഹാവിഷ്ണുവിന് തുളസിമാല, മഹാവിഷ്ണുവിന് ത്രികാല പൂജ ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടാണ് വരുന്നത്. അല്ലാത്ത പക്ഷം തുളസിമാലയും മഞ്ഞൾ പട്ടും പാൽപ്പായസവും, വസ്ത്രം, മാല, വസ്ത്രവും മാലയും അലങ്കാരമായി, പിന്നെ ഭക്ഷണത്തിന് നിവേദ്യമായി പാൽപ്പായസം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വർഷം ആ 3 മാസത്തിൻ്റെ ദോഷം മാറിക്കിട്ടും. 3 മാസമില്ല, 1 മാസത്തെ മാസം കിട്ടും. അടുത്ത മാസം അതുപോലെ അതേ നക്ഷത്രം വരുന്ന സമയം ഇടവ മാസവും മിഥുന മാസവും 3 മാസം ഇതുപോലെ ചെയ്തു വന്നാൽ ദോഷാധിക്യം മാറി വരുന്നതാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള സമയം വളരെ ഉചിതപരമായിട്ടുള്ള സമയമാണ്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കും. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം സാധിക്കും. മനസ്സിൽ ഉദ്ദേശിച്ച് വച്ചിരിക്കുന്ന യാത്രകളെല്ലാം സഫലമായി വരും. അതുപോലെ തന്നെ മനസ്സിൽ കണക്കുകൂട്ടി വച്ചിരിക്കുന്ന ഓരോരോ കരുതൽ നടപടികളും ഉൾക്കൊണ്ട് വരികയും അതിനെ അതിജീവിച്ച് വരികയും ചെയ്യുന്ന ഒരവസരങ്ങൾ ഉണ്ടാകും. ധന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യത, കടബാധയിൽ നിന്നും മോചനം നേടുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അതിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതകൾ വരിക, സന്താനങ്ങളെ അവരവർ ആഗ്രഹിച്ച മാതിരി നിലവിലെത്തിക്കുവാനുള്ള സാധ്യത. അപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും വരുമാന മാർഗങ്ങളും ഉണ്ടാവുക, തൊഴിൽപരമായിട്ടുള്ള പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുക, പുതിയ ബിസിനസ്സിന് നേതൃത്വം കൊടുക്കുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഇടപാട് നടത്തുന്നവർക്കും ഉചിതപരമായിട്ടുള്ളതും അവരവർ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയും സ്ഥല വിൽപ്പന നടക്കുകയും ഭൂമി സംബന്ധമായിട്ടുള്ള ഭൂമി വിൽക്കുവാൻ ഒട്ടേറെ ശ്രമിച്ചിട്ടും വിൽക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസരഘട്ടങ്ങളിൽ അത് വിറ്റുപോവുകയും അഥവാ വിൽക്കാതെ പറ്റില്ല, വിറ്റേ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയും എത്ര കാലമായിട്ട് അത് വിറ്റുപോകുന്നില്ല എന്ന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട്, അതായത് വർഷങ്ങളായിട്ട് പോകുന്നില്ല എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കൊടുക്കണം. അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളുണ്ട്, ഉപജാതി കർമ്മങ്ങൾ മറ്റുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിദോഷങ്ങൾ മാറി ഭൂമി വിറ്റ് പോകാനുള്ള സാധ്യതകളുണ്ടാവും. അതുപോലെ പുതിയ ഭൂമി വാങ്ങിച്ച് അതിൽ ഭവനം കയറ്റി ഗൃഹപ്രവേശം നടത്തുവാനുള്ള സാധ്യത ഈ 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതായത് ഭൂമി വാങ്ങിക്കലും അതുപോലെ തന്നെ ഭവനം വയ്ക്കലും ഉണ്ടാവും. അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടുകൾ വാങ്ങിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാവും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സന്ദർഭങ്ങൾ കൂടി വരും. പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ, കുറച്ചുകൂടെ മെച്ചപ്പെട്ട വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ടാവും. ആഭരണ ശേഖരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസികപരമായിട്ടുള്ള പിരിമുറുക്കത്തിൽ നിന്നും വിട്ടു നിൽക്കുവാനും മോചനം നേടുവാനും ഉള്ള സാധ്യത, മനസ്സിന് സംതൃപ്തി വരുന്ന
ജോലികളെല്ലാം ചെയ്ത് സംതൃപ്തി നേടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം നേട്ടങ്ങളുടെ ഒരു കാലമാണ്. പ്രമോഷനും മറ്റുള്ള കാര്യങ്ങളെല്ലാം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ജോലിക്കായി വെയിറ്റ് ചെയ്യുന്നവർക്ക് അത് മിഥുനമാസത്തിന് ശേഷം വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഒരു പുത്തൻ ഉണർവ് വരുവാനുള്ള സാധ്യതയും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നേട്ടങ്ങളും വിജയ സാധ്യതകളും വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്ന നാവികസേന, കരസേന, വ്യോമസേന സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും ആ ജോലി ആഗ്രഹിക്കുന്നവർക്കും കിട്ടുവാനുള്ള സാധ്യതയും അവർക്ക് പുരസ്കാരങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. അലോപ്പതി മരുന്ന് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നഴ്സുമാർക്ക് സംബന്ധമായിട്ടുള്ള അതിൽ വർക്ക് ചെയ്യുന്ന അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവന്നു ചേരുവാനും സ്വാഭാവികമായി അതിൽ നിന്നും വിട്ടു നിൽക്കുവാനും അതിൽ നിന്നും സക്സസ്ഫുള്ളായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം പ്രശസ്തി നേടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. സയൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗവേഷണങ്ങൾ നടത്തുന്നവർക്കും ഉജ്ജ്വലമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ പറ്റുന്നുണ്ട്. മൊബൈൽ ഷോപ്പ്, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ബിസിനസ് ചെയ്യുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും ഗുണമേന്മകൾ വന്നു ചേരുവാനുള്ള സാധ്യതയും IT മേഖലകളിൽ പുരോഗമനവാദിയിലും IT മേഖല പുത്തൻ ഉണർവ് തരുന്ന ഒരു ലെവലുകളും വന്നു ചേരുവാനുള്ള സാധ്യതയും ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നതും യാത്രാ സംവിധാനം, പൈലറ്റ് സംബന്ധമായിട്ടും വിമാന സംബന്ധമായിട്ടും ആകാശയാത്ര ചെയ്യുന്നവർക്കും അതിൽ വർക്ക് ചെയ്യുന്നവർക്കും എയർപോർട്ട് സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഉജ്ജ്വലപരമായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ അതിൽ പഠിച്ച് പാസ്സായി വന്നവർക്ക് ജോലി കിട്ടാതിരിക്കുന്നവർക്കാണെങ്കിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ മെക്കാനിക്കൽ സംബന്ധമായിട്ടും മെഷീനറി സംബന്ധമായിട്ടും ടെക്നോളജി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഏത് വാഹനമായിക്കോട്ടെ ആ വാഹന സംബന്ധമായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള പുതിയ മേഖലകൾ കണ്ടുപിടിക്കുവാനും പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് പ്രശസ്തി നേടുവാനും അതിൽ വിജയകരമായിട്ട് കരസ്ഥമാക്കുവാനുള്ള സാധ്യതകളെല്ലാം ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഭവന നിർമ്മാണം, ഫ്ലാറ്റ്, വില്ലകൾ അങ്ങനെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കച്ചവട സാധ്യതകളും കോൺട്രാക്ട് വർക്കുകളെല്ലാം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. കേസ് വഴക്കുകളെല്ലാം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടുവാനും അല്ലെങ്കിൽ ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുറേയേറെ ഐക്യതയിൽ പോകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞ് സന്തോഷകരമായിട്ട് പോകാം എന്നുള്ളൊരു ചിന്താഗതി മനസ്സിലേക്ക് വരും. പക്ഷെ ആ ചിന്താഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്ക് വരവ് ചെലവ് നോക്കുന്ന സമയത്ത് 14 വരവും 8 ചിലവുമാണ്. അപ്പോൾ വരുമാന മാർഗം ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അവർക്ക് ഉജ്ജ്വലപരമായിട്ടുള്ളൊരു വിഷഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. നമസ്കാരം.